ഭാരതീയർക്ക് ഏറെ സന്തോഷവും അഭിമാനവും എല്ലാം നൽകുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡൊമിനിക്കയുടെ പരമോന്നത ദേശീയ ബഹുമതി. പുരസ്കാരം കോവിഡ് കാലത്തെ സേവനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. ഗയാനയിൽ നടക്കുന്ന ഇന്ത്യ കാരികോം ഉച്ചകോടിക്കിടെ ബഹുമതി സമ്മാനിക്കും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാം കോവിഡ് കാലത്തെ ഭാരതത്തിന്റെ ഒരു മികവ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ എങ്ങനെ സഹായിച്ചു, ഭാരതം എങ്ങനെ കോവിഡിനെ അകറ്റി എന്നതെല്ലാം നമ്മൾ കണ്ടുനിന്നതാണ്. അതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഇപ്പോൾ ഈ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചെറുതും വലുതുമായ രാജ്യങ്ങൾ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ രാജ്യങ്ങളുടെയൊക്കെ പരമോന്നത ബഹുമതികൾ ഇതിന് മുൻപും നൽകിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിക്കാണ് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളുടെ ഏറ്റവും അധികം ബഹുമതികൾ ലഭിച്ചിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രധാനമന്ത്രിയെ അവരുടെ ഏറ്റവും പരമോന്നത ബഹുമതി നൽകി ആദരിക്കുന്ന കാഴ്ച കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കാണുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഡൊമിനിക്ക എന്ന രാഷ്ട്രം അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കാരണമായി ഡൊമിനിക്ക ഇപ്പോൾ വിശദീകരിക്കുന്നത് ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് കാലത്ത് ഭാരതം ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, പ്രത്യേകിച്ച് ഡൊമിനിക്ക പോലുള്ള ചെറു രാജ്യങ്ങൾക്ക് അന്ന് കാര്യമായ സഹായമൊന്നും നൽകാൻ മറ്റു രാജ്യങ്ങൾ തയ്യാറായിരുന്നില്ല. പക്ഷേ ഭാരതമാകട്ടെ സൗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഡൊമിനിക്ക പോലെയുള്ള സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾക്കും ചെറുതോ വലുതോ, നമ്മൾ ആ രാജ്യത്തെ ജനസംഖ്യ ഒന്നുമല്ല കണക്കാക്കിയത്, അല്ലെങ്കിൽ ആ രാജ്യം പട്ടിണി രാജ്യമാണോ വികസിത രാജ്യമാണോ എന്നൊന്നും നമ്മൾ കണക്കാക്കിയിട്ടില്ല. മറിച്ച് വാക്സിനുകൾ ധാരാളമായി ആ രാജ്യങ്ങളിലേക്ക് എത്തിച്ചു. അതോടൊപ്പം തന്നെ ആവശ്യ മരുന്നുകൾ ധാരാളമായി ഡൊമിനിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മളന്ന് വ്യോമസേന മാർഗത്തിൽ എത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൊമിനിക്ക എന്ന രാജ്യം അവരുടെ പരമോന്നത ബഹുമതി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ ഡൊമിനിക്കൻ പ്രസിഡന്റിൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുകയാണ്. 3 ദിവസങ്ങൾക്ക് ശേഷം ഗയാനയിൽ വെച്ച് നടക്കുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ പുരസ്കാരം നൽകും എന്നാണ് ഗയാന ഡൊമിനിക്ക പ്രസിഡന്റിന്റെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ദേവിക. ഗൗതം, നമുക്കറിയാം ഏതൊരു അംഗീകാരം ഏറ്റുവാങ്ങുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോൾ പറയുന്നത് ഇത് തനിക്കുള്ളതല്ല, തങ്ങളുടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രത്തോളം എളിമ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മനോഭാവം തന്നെയാണ് അദ്ദേഹത്തെ ഒരു വിശ്വഗുരു എന്ന നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്, അല്ലേ? ദേവിക, ഗുജറാത്ത് മുഖ്യമന്ത്രിയായി, പിന്നീട് 2014 ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി, ഇപ്പോൾ ലോക നേതാവായി വളർന്നു നിൽക്കുന്ന വ്യക്തിത്വമാണ് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം വിവിധ ലോക രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ അവിടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത മാത്രം പരിശോധിച്ചാൽ തന്നെ ലോക നേതാവായുള്ള നരേന്ദ്രമോദിയുടെ വളർച്ച നമുക്ക് കൃത്യമായി അളക്കാൻ സാധിക്കും. അത് അമേരിക്ക പോലെയുള്ള ലോക പോലീസെന്നോ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ മറ്റു രാജ്യങ്ങൾ വിശേഷിപ്പിക്കുന്ന അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ അവിടുത്തെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എങ്ങനെ പരിഗണിക്കുന്നു എന്നത്, അതോടൊപ്പം തന്നെ വളരെ ചെറു രാജ്യങ്ങൾ, അത് പോപ്പുലേഷൻ വെച്ചാണെങ്കിലും അതല്ല സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ആണെങ്കിലും വളരെ കുഞ്ഞു രാഷ്ട്രങ്ങളും പ്രധാനമന്ത്രിക്ക് നൽകുന്ന പരിഗണന, അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ ലോകത്ത് മറ്റ് രാജ്യങ്ങൾ മുഴുവൻ തങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യനായ വ്യക്തിത്വം എന്ന നിലയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ലോക നേതാവാണ് നരേന്ദ്രമോദി. ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കറിയാം റഷ്യയും യുക്രൈനും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരുപക്ഷെ ചുരുക്കം നേതാക്കളിൽ ഒരാൾ നരേന്ദ്രമോദിയാണ് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ബാക്കി മറ്റ് രാഷ്ട്രങ്ങളുടെ തലവന്മാർ, വളരെ ശക്തമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുണ്ട്, ഭാരതം പോലെ തന്നെ ശക്തമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെയൊക്കെ തലവന്മാരെ ഇതിൽ യുക്രൈൻ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ റഷ്യ അംഗീകരിക്കുന്നുണ്ടാകില്ല, റഷ്യയ്ക്ക് സ്വീകാര്യതയാണെങ്കിൽ അത് യുക്രൈൻ അംഗീകരിക്കുന്നുണ്ടാകില്ല. പക്ഷേ റഷ്യയും യുക്രൈനും ഒക്കെ ഒരുപോലെ സ്വീകാര്യനായത് നരേന്ദ്രമോദി മാത്രമാണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. എന്തായാലും അദ്ദേഹത്തിന് ലോക രാജ്യങ്ങൾക്കിടയിൽ ലഭിക്കുന്ന സ്വീകാര്യത, ബഹുമാനം, അതിൻ്റെയൊക്കെ ഒരു കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ഡൊമിനിക്ക എന്ന രാഷ്ട്രം അവരുടെ
ഏറ്റവും വലിയ ബഹുമതി തന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് നൽകുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് നേരത്തെ നമ്മൾ ആദ്യം ഈ വാർത്ത നൽകുന്ന ആദ്യ ഘട്ടത്തിൽ സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന് മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും, കാരണം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു പ്രചരണം ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ മുസ്ലിം വിരുദ്ധമാണെന്നൊക്കെയുള്ള പ്രചരണം വ്യാപകമായി നടക്കുന്നുണ്ട് എന്നത് നമുക്കറിയാം. പക്ഷേ ഭരണഘടനയിൽ തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് എഴുതി ചേർത്തിട്ടുള്ള രാജ്യങ്ങൾ വരെ അവരുടെ പരമോന്നത ബഹുമതികൾ ഇതിനകം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ലോകമെമ്പാടും ലഭിക്കുന്ന സ്വീകാര്യതയാണ് ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സമഗ്രമായ റിപ്പോർട്ട് പങ്കുവച്ചത് ഡൽഹിയിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ.